മാങ്ങാച്ചാറിട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നും ചേർക്കണില്ല, ഉലുവയൊന്നും ചേർക്കണില്ല. പച്ച കടുക് ഇട്ടിട്ട് ഉണക്കമുളക് പൊടിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മൾ മാങ്ങൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇടണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് കേട്ടോ. അപ്പോളേ നമ്മളിന്ന് ഒരു വേറെ മോഡലിൽ അച്ചാറിടാനാണ് വന്നിക്കുന്നത്. പല വിധത്തിലുള്ള അച്ചാറുകൾ നമ്മൾ ഇട്ടിക്കണം, നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിക്കണോന്ന് എനിക്കറിയില്ല. പല വിധത്തിലുള്ള അച്ചാറുകളുണ്ട്. അപ്പോൾ കുഞ്ഞാണിയൊക്കെ ഉണ്ട് കൂടി തരാൻ. എന്താ പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ലല്ലോ, ആണുങ്ങൾക്കും നമ്മളൊക്കെ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കണതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഏതായാലും വെറുതെ കുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോരി ഒന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ ഇനി ഒന്ന് സഹായിക്കുക അച്ചാറിടാനെന്നൊക്കെ പറഞ്ഞപ്പോൾ വന്നിട്ട് കേട്ടോ. അപ്പോഴേക്ക് പിന്നെ വരുന്നതിനൊന്നും കുഴപ്പമില്ല, നമ്മളെപ്പോൾ വിളിച്ചാലും വരും. പിന്നെ ഫ്രീ ആണെങ്കിൽ വരും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ അച്ചാർ ഇടാൻ പോകുന്നത്. അച്ചാർ പറഞ്ഞാൽ ഈ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെയുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടൊന്നും അല്ല അച്ചാർ ഇടുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് ആ ഒരു വലിയ കഷ്ണമാക്കിയിട്ടാണ് നമ്മൾ മാങ്ങ നുറുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ എണ്ണ വാരണില്ല. അതുപോലെ മുളക് പൊടി അല്ല ഇടുന്നത്, മുളക് ഇടുന്നുണ്ട്, വേറെ രീതിയിലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു വീഡിയോയുമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഉണ്ട് വർത്താനം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഈ സമയത്താണ് ഇപ്പോൾ വന്നത്, അപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഈ മാങ്ങോണ്ടൊരു പരിപാടി ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റിലാണ്. നമുക്ക് കഞ്ഞി കുടിച്ചാനാണെങ്കിലും ചോറുക്കാണെങ്കിലും ഇതിൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ മതി. അത് പിന്നെ ഇങ്ങോട്ട് അളിഞ്ഞു പോകുമൊന്നുമില്ല. ആ കറുമുറുനെ നമുക്ക് കഴിക്കാം, കഞ്ഞിക്കായാലും ചോറ്റക്കായാലും അല്ലേ. അപ്പോൾ ഇപ്പോൾ മാങ്ങാക്കാലാണ്, എല്ലാവരും മാങ്ങ കിട്ടുമ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ അണ്ടി കൂടിയ മാങ്ങ കൊണ്ടാണ് നമ്മളിത് ശരിക്കും ഉണ്ടാക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ശരിക്കും മൂത്തിട്ടൊന്നുമില്ല, മൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം എല്ലാവരും വരും. ചെറിയൊരു ചെന വരുന്നുണ്ട്. ശരിക്കും ചെനക്കണം ഈ മാങ്ങ. ഇങ്ങനെ ഉണ്ടാക്കണേ ചെറിയൊരു ചെന വന്നിരുത്തി കുഴപ്പമില്ല, നല്ല അടിപൊളിയേക്കാരം. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കട്ടോ. നിലത്ത് ചാടാത്ത മാങ്ങ വേണട്ടോ നമുക്ക് ഇതിന് ആവശ്യത്തിന്. അപ്പോൾ കോമ്പല കൊടുക്കനെ തന്നെയാണ് നമ്മൾ പറിച്ചിക്കണത്, കൊലോടുക്കനെയാണ് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള മാങ്ങയാണ് ഇടുന്നത്. ഇപ്പോൾ ചെറിയൊരു ചെന വന്നാലും കുഴപ്പമില്ല. നമുക്കിതിക്ക് കല്ലുപ്പാണ് വേണ്ടത്. അപ്പോൾ അതിങ്ങനെ കീറിയിട്ട് അതിൻ്റെ അണ്ടി കളയുക, എന്നിട്ട് അതിൻ്റെ കയമ്പ് മാത്രം എടുക്കുക. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ്, കുഞ്ഞാണിയൊക്കെ ഉണ്ട് നോക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്നല്ലേ ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത്. അതിപ്പോൾ എങ്ങനെയായാലും അറിഞ്ഞാൽ പോരല്ലേ. അപ്പോൾ അതാ നമ്മളെ സായാഹ്നത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത്. ഈ അച്ചാർ ഇടാൻ വേഗം ഉണ്ട് കേട്ടോ, പെട്ടെന്ന് തീരും. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു വേറെ മോഡൽ മാങ്ങയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും ഞമ്മക്കറിയില്ല. പിന്നെ കോമാങ്ങയൊന്നും അല്ല, അതുപോലെ മൂവാണ്ട മാങ്ങയല്ല. പഴുത്താലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഒരുപാട് വലുതാകണ മാങ്ങയാണ് കേട്ടോ. ഇതിപ്പോൾ ചെറുതാണ്, അപ്പോൾ അണ്ടി കൂടിട്ടാനായി തുടങ്ങി. വലിയ മാങ്ങയാവും ഇത്. എന്ത് മാങ്ങയാണെന്ന് അറിയില്ല നമുക്ക്. ഈ അച്ചാറിടാൻ നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ്. ഉണക്കമുളക് വറുക്കൊന്നും വേണ്ട കേട്ടോ. ഉണക്കമുളക് നല്ലോണം കഴുകി ഒന്ന് വെയിലത്തിട്ട് നല്ലോണം ഉണക്കുക. അത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ കല്ലുപ്പ് വേണം, പിന്നെ കുറച്ച് പച്ചക്കടുക് വേണം നമുക്ക്. ആ പച്ചക്കടുക് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, വെയിലത്തിട്ടുങ്ങാണ്ട് ഒന്നത് ചൂടാക്കി എടുക്കണം. അതിലത്തെ നീരൊന്ന് വറ്റാനാണ്. അപ്പോൾ നമ്മളിത് കുറേ കാലം കഴിഞ്ഞാലും ഇത് കേട് വരാതെ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഇത് ഇടുന്നത്. ഇന്നിട്ടുങ്ങാണ്ട് നാളെയും തിന്നാനല്ല, ഇന്നിട്ടാൽ നാളെ തന്നെ തിന്നാ കഴിക്കുക. പക്ഷെ അതല്ല, കേടരാതെക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇടുകയെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ നല്ലോണം മൂത്ത മാങ്ങയാണ് ഇതിന് വേണ്ടത്. ഇതുപോലെ ഓരോ കഷ്ണത്തിലാണ് നമ്മൾ, ഇത്ര വലിയ കഷ്ണത്തിലാണ് നമ്മൾ നുറുക്കണത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ കടുകോ ഉലുവയൊന്നും അച്ചാറിടുന്ന രീതിയിലല്ല ഇടുന്നത് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ 1-2 കഷ്ണം മാത്രം മതി നമുക്ക് ചോറുക്കും കഞ്ഞിക്കും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു അച്ചാർ കാണാൻ സാധ്യതല്ല. ഞാനും കണ്ടിട്ടൊന്നുമില്ല, യൂട്യൂബിലൊന്നും ഇങ്ങനെ അച്ചാറിടണമെന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടിക്കണോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ട് നോക്കൊണ്ടിട്ടോ. അപ്പോൾ അതിനത് ചെനച്ച മാങ്ങയാണെങ്കിൽ, ചെനച്ചത് അറിയുമ്പോൾ നല്ലോണം മൂത്തത് പിഞ്ചാകരുത് കേട്ടോ. അങ്ങനത്തതാണെങ്കിൽ ഉഷാറാണ്. അപ്പോൾ അതൊക്കെ നുറുക്കിയിട്ട് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഇടുക എന്നുള്ളത് കേട്ടോ.
നമ്മളിത് ഫുള്ള് നുറുക്കി കൂട്ടിക്കണ്. പിന്നെ ഇനി നമുക്ക് ഇത് നമുക്ക് ആദ്യം നമ്മൾ ഉപ്പൊന്ന് തിരുമ്പി ഒരു ദിവസം വെക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉപ്പ് തിരുമ്പുകയാണ്. ഉപ്പ് തിരുമ്പ് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇടുക മുട്ട മാങ്ങ ഇതിടുക. അപ്പം ആ ടിന്ന് നല്ലോണം കഴുകി തുടച്ച് ഉണക്കിയിട്ടുള്ള ടിന്നാണ്. ഇതിൽ ഒരു സാധനം ഇതിൽ ഉണ്ടാകാൻ പാടില്ല. ഉണക്കിയ ടിന്നാണ് കേട്ടോ. അതിലാണ് നമ്മൾ ഇടാൻ പോണത്. ഉണക്കിയ ടിന്നിലാണ് നമ്മൾ ഇത് ഇടാൻ പോണത് കേട്ടോ. നനവുണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ ആദ്യം കുറച്ച് മാങ്ങ ഇട്ടു. പിന്നെ നമ്മളിതാ കുറച്ച് ഉപ്പിട്ടു. പിന്നെ നമ്മൾ മാങ്ങ ഇട്ടു. അങ്ങനെ ഇടുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ടിന്നിൽ ഒരു നനവ് ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇന്ന് നമ്മൾ ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് കുടയും കേട്ടോ. നാളേക്കൊക്കെ ഇതിൽ വെള്ളം മാങ്ങൻ്റെ വെള്ളം ഇറങ്ങി വരും. നമ്മൾ ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കണത് നമ്മൾ കുടയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് നല്ലോണം ആവും കേട്ടോ. എന്നാലും നമ്മൾ നേരെ ഇപ്പോൾ 6 മണി ബാങ്ക് കൊടുക്കാനായിക്കണം. അപ്പോൾ അതാണ് ഈ സമയം ഇങ്ങനെ കേട്ടോ. വീഡിയോ ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ ഇനി നമുക്കിത് ഉപ്പിട്ടുങ്ങാണ്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ കല്ലുപ്പ് തന്നെ എടുക്കണം കേട്ടോ. കല്ലുപ്പ് എടുക്കാൻ നോക്കണം. കല്ലുപ്പ് എടുത്താലുള്ളൂ നമുക്കിതൊക്കെ ഒന്ന് അച്ചാറിനൊക്കെ അല്ലെങ്കിൽ നല്ലത് കല്ലുപ്പാണ്, പൊടിപ്പല്ല. ഇപ്പം ഉപ്പ് ഇങ്ങനെ വെതറിയാലും അടിയിക്ക് ഇങ്ങോട്ട് വരുവേ, ഇറങ്ങി വരും ഉപ്പ്. അപ്പോൾ ഈ ഒരു ടിന്നിന് കണക്കാണ് മാങ്ങ. ഇനി ഇതിക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി ഇടാനുണ്ട്. വെള്ളം ഇറങ്ങി വന്നിട്ട് വേണം നമുക്ക് ഇതിക്ക് കുറച്ച് സാധനം കൂടി ഇടാൻ കേട്ടോ. നിർത്തി മാങ്ങി ഉപ്പും നിറച്ചു. കഷ്ണങ്ങളൊക്കെ നുറുക്കി നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 മണിക്കൂറായിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ചേക്കാം. ഇനി നാളെയാണ് നമ്മൾ ഇതിലേക്ക് വേറെ 2 ഇൻഗ്രീഡിയൻസ് ഇടാൻ പോണത് കേട്ടോ. നാളെ നമുക്ക് ഇതിലേക്ക് മറ്റുള്ള സാധനങ്ങൾ ഇടാം. അപ്പോൾ നമ്മൾ ഇന്നലെയാണ് മാങ്ങ ഉപ്പിലിട്ടത് ഈ ടിന്നിൽ കേട്ടോ. ഈ ടിന്നിൽ ഇന്നലെ ഉപ്പിലിട്ടു. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുകയാണ്. അടുപ്പ് നല്ല മുറുക്കുണ്ടായിരുന്നു. ഞാൻ തുറന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ മാങ്ങ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ പച്ച കടുക് പൊടിച്ചതുണ്ട്. ഉണക്കമുളക് നല്ലോണം പൊടിഞ്ഞിട്ടില്ല, കുറച്ചൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. തോലൊക്കെ ഉണ്ട് ഇതിലുണ്ട് കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. പച്ചക്കടുക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിൽ ഒള്ളിച്ചങ്ങാണ്ട് വറുക്കരുത് കേട്ടോ. ഒന്ന് വെയിൽ ഒള്ളിച്ചങ്ങാണ്ട് ആ പച്ച നീരൊന്ന് വറ്റാൻ വേണ്ടി ഒന്ന് വെയിൽ ഒള്ളിച്ചിട്ട് അത് നമ്മളൊന്ന് ചതച്ചെടുക്കുക പച്ചക്കടുക്. അതുപോലെ തന്നെ ഉണക്കമുളക് നല്ലതുപോലെ കഴുകി വറുക്കാതെ പൊടിക്കുക. ഉണക്കമുളക് പൊടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇത് രണ്ടും വേണം. ഉപ്പ് ഓൾറെഡി നമ്മൾ ഇതിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കറണ്ട് പോയിക്കണേ. അപ്പോൾ അതുമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എടുക്കാൻ. അവിടെ എടുക്കാൻ കഴിയില്ല. അപ്പം എന്നാൽ ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്നറിയാം, നമുക്ക് ഇത് ഇതിക്കൊന്ന് തട്ടി കൊടുക്കട്ടോ. അവിടെ കാണി നല്ല വെള്ളം ഒക്കെ തട്ടണോ? കൊള്ളൂലല്ലേ? ഇതിൽ ഇട്ടിട്ട് പിന്നാണ്ട് ഇളക്കല്ലേ എന്നാല്. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിൽ കുറച്ചുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് കുലുക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇടുന്ന സാധനങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല മാങ്ങയാണ്. അപ്പോൾ ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ പാകമാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് പച്ചക്കടുക് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കും. അപ്പോൾ അതാ നമ്മൾ പച്ചക്കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെമ്പട്ടിക്ക് ഇട്ടുങ്ങാണ്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഇവിടെ ഒരു കുപ്പിയും കൂടെ ഉണ്ട്. ഇതിലേക്കും കൂടെ ഉള്ള പച്ചക്കടുക് ഉണക്കമുളക് കൊടുത്തിക്കണം കേട്ടോ. ഇത് ഞാൻ ഒരാഴ്ച ഇട്ടിട്ട് ഇതും ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ പച്ചക്കടുക് ഞങ്ങൾ ഇട്ട് കൊടുത്തു. ഈ കടുക് നമുക്ക് ഈ കുപ്പിയിലേക്കുള്ളതാണ് കേട്ടോ. ഇനി ഉണക്കമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം, നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് നമ്മൾ അതിലിട്ടുങ്ങാണ്ട് കുലുക്കിയാലും മതി. ആകെ അതിലായിക്കോളും. അപ്പോൾ ഒരു പാകത്തിനാണ് നമ്മളിപ്പോൾ മുളക് ഇത്. കാരണം നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തത് കേട്ടോ. ഞങ്ങളിത് വെയിലത്ത് വെച്ച് കഴുകി ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ ഇത് മിക്സീൻ്റെ ജാറിൽ പൊടിച്ചെടുത്തപ്പോൾ നല്ല ചുമ ഇതിൻ്റെ മുളകിൻ്റെ കുത്തലുകൊണ്ട്. ഇപ്പോൾ കണ്ടോ ഇതാക്കണം.
ഇതിൻ്റെ ഈ ചാറുണ്ടല്ലോ, വെള്ളം, മാങ്ങൻ്റെ വെള്ളം കണ്ടോ, ഈ ഒരു വെള്ളം, ഈ ഒരു വെള്ളം ഉണ്ടെങ്കിൽ മതി നമുക്ക് ചോറുണ്ണാൻ. ഇത് ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങാം. ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങാമെന്ന് മാത്രമല്ല, കുറേ കാലം ഇത് നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഉണങ്ങി നല്ല ടിന്നടപ്പുള്ളൊരു കുപ്പിയിൽ ഇട്ടേക്കുക. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ടേക്കട്ടെ. ഇനി നമുക്ക് എന്താ പറയുക, ഫുള്ള് ഈ ടിന്നിൽ നിറച്ചേക്കട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിൽ ടിന്നിലിട്ട് വെച്ചാലും നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് കുടഞ്ഞു കൊടുക്കണം. കാരണം ഈ മാങ്ങ വാട്ടം ശരിയായിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഈ മാങ്ങയിൽ നിന്ന് ഇനിയും വെള്ളം ഇറങ്ങി വരാനുണ്ട്. തുടക്കേ മാങ്ങയിൽ ഇനിയും വെള്ളം ഒരുപാട് ഇറങ്ങി വരും. കാരണം അപ്പോൾ ഇന്നലെയാണ് നമ്മളിത് ഇട്ട് വെച്ചത്. ഇനിയും വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഈ പച്ച കടുകും ഉണക്കമുളകും ഈ മാങ്ങേൻ്റെ വെള്ളവും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ കിടക്കുമ്പോൾ ഇതിന് വേണമെങ്കിൽ അച്ചാറാക്കിയിട്ട് കഴിക്കാം നമുക്ക്. അതല്ലാതെ ഇങ്ങനെ ചോർക്കും കഞ്ഞിക്കും ഒക്കെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് നമുക്കിത് കൊടുത്ത് വിടുകയാണെങ്കിൽ അവർക്ക് ചോർക്ക് കൂട്ടാനൊക്കെ ഇതൊക്കെ നല്ലൊരു അച്ചാറാവും. ഇതിൽ വിനാഗിരിയൊന്നുമില്ല, നമ്മളെ വെറും ഈ മാങ്ങേൻ്റെ വെള്ളമാണ്. വേറെ വെള്ളമൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് നല്ല വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് ഇടാം. ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും കഴിക്കാം, പാകത്തിനാണ്. ഇനി നമുക്ക് ഇതിക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള ഉണക്കമുളകിൻ്റെ പൊടി കുറച്ച് പൊടിച്ച് ചേർത്താൽ മതി കേട്ടോ. കടുക് ഏറിപ്പോകരുത്, അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. പച്ചക്കടുക് പാകത്തിന് ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെ വന്നുകൊണ്ട് ഇടട്ടെ. ഇപ്പോൾ കണ്ടോ ഈ വെള്ളം, നമ്മൾ ഈ മാങ്ങേൻ്റെ വെള്ളം, ഈ ഒരു മാങ്ങേൻ്റെ ചാറ്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ചില മാങ്ങ പച്ച കളർ തന്നെ ഉണ്ട്, പച്ച കളർ പോയിട്ടില്ല. ചില മാങ്ങ കളർ മാറ്റം വന്നിട്ട് ഉണ്ട്, ചിലത് വന്നിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിനൊക്കെ മാങ്ങേൻ്റെ വെള്ളം ഇറങ്ങി വരാനാണ്. ഇനി ഇത് നമുക്ക് ടിന്നിലാണെങ്കിലും ഇങ്ങനെ കുടഞ്ഞു വെക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മളിതിന് നിറച്ചുണ്ടായിരുന്നു അന്ന് ഇട്ടപ്പോൾ, നുറുക്കിയിട്ടപ്പോൾ. അപ്പോൾ അത് മാങ്ങ ചുങ്ങി ഇത്രയും ആയിട്ടോ. ഇനി ഇത് വെള്ളം ഇറങ്ങി ഈ മാങ്ങേൻ്റെ മുകളിലേക്ക് വെള്ളം വരും. അപ്പോഴാണ് നമ്മളെ മാങ്ങ അച്ചാർ ടേസ്റ്റ് ഉണ്ടാകുക എന്ന് അറിയണത് കേട്ടോ. വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളിത് നല്ലതുപോലെ അടച്ച് വെക്കുക. ഇനി അടച്ച് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുലുക്കണം. കാരണം പിന്നെ ഇതിൽ നിന്ന് മാങ്ങ വെള്ളം ഇറങ്ങി വരൽ നിന്നിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് കുലുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കുകൊണ്ടി എല്ലാവരും. മാങ്ങ കിട്ടേണ്ട സമയത്തിൽ നിങ്ങൾക്ക് ഇത്ര മാങ്ങ കിട്ടിയില്ലെങ്കിൽ കിട്ടണ മാങ്ങ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുകൊണ്ടി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുക്കി നോക്കുക. അപ്പോൾ നമ്മളിത് ഫസ്റ്റിലിട്ടപ്പോൾ നിറച്ചിട്ടുണ്ടായി. ഇപ്പോൾ ഇത് ചുങ്ങി ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വെള്ളം ഇത്രക്കേ ഉള്ളൂ. ഇനി വെള്ളം അങ്ങോട്ട് കയറി വരും, ഇത് മൂടി വരും. അപ്പോൾ ആ വെള്ളം ഉണ്ടെങ്കിൽ ഇത് പൂക്കൂല്ല കേട്ടോ, അടിപൊളിയാവും. അപ്പോൾ മക്കളെ, ഇനിയിപ്പോൾ ഇത് ഇടാനുണ്ട്, ഈ ടിന്നിലത്തും കൂടി ഇടാനുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇത് ഞാനിടട്ടെ, ഈ കടുകും മുളകും വെച്ച് ഇത് ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഇതുപോലുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.